PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനകത്ത് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുദ്ര വെക്കണം എന്നുള്ള രീതിയിലുള്ള തീരുമാനം, അതിനോടും എതിർപ്പുള്ള ആളുകളുണ്ട്. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിനകത്ത് ചർച്ചയുണ്ട്. സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്തുകൊണ്ട് എത്രനാൾ മുസ്ലിം ലീഗിന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന ഒരു വലിയ ചിന്തയുണ്ട്. പൗരത്വ ബില്ലിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇന്ത്യയിൽ സുരക്ഷിതമല്ല, നിങ്ങൾ വർഗീയമായി ചിന്തിക്കണം എന്ന് പറഞ്ഞു കൊടുത്തത് മീഡിയ വണ്ണാണ്. ഈ മീഡിയ വണ്ണിനെ ബാക്കപ്പ് ചെയ്യുന്ന ആരാണ്? അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. KT ജലീൽ ഒരു പക്ഷേ CPM-ന്റെ അംഗത്വം എടുക്കാതിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മലബാറിൽ ഒരു പാർട്ടി വന്നിരുന്നുവെങ്കിൽ അത് വലിയ രീതിയിൽ ശക്തി ആർജിക്കുമായിരുന്നു. ആ പാർട്ടി മുസ്ലിം ലീഗിന് വലിയ രീതിയിലുള്ള വെല്ലുവിളിയായി തീരുകയും ചെയ്യുമായിരുന്നു. നമസ്കാരം സർ. ഇത്തവണ UDF-ന് ഇത്ര വലിയൊരു വിജയം കിട്ടാൻ പ്രധാന കാരണങ്ങളിലൊന്നായത് മലബാർ മേഖലയിലടക്കമുള്ള മുസ്ലിം വോട്ടുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ UDF പോലും സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളൊക്കെ ഏകദേശം മുസ്ലിം ലീഗ് തൂത്തുവാരി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളൊരു വിജയമാണ് അവർക്ക് കിട്ടിയത്. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിരിക്കുന്നു, ജസ്റ്റ് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ അതേ ഐക്യം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വരുന്നത്. പ്രധാനമായും ഈ UDF-ലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അവരുടെ കാര്യമാണ് കൂട്ടത്തിലെ ഏറ്റവും പരുങ്ങല്. ഈ മുസ്ലിം സമുദായം തന്നെ വല്ലാതെ വിഘടിച്ചു പോകുന്നൊരു അവസ്ഥയിലാണ്. ആശയപരമായിട്ടുള്ള എതിർപ്പുകളുണ്ടാവാം, രാഷ്ട്രീയപരമായ എതിർപ്പുകളുണ്ടാവാം. ഈ അധികാരപരമായിട്ട് ലഭിക്കാത്ത പല സ്ഥാനങ്ങളും നേതാക്കളെ അടക്കം അസ്വസ്ഥരാക്കിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഈ സർക്കാർ നല്ല രീതിയിൽ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അജണ്ട നടപ്പാക്കുന്നു എന്നൊക്കെയുള്ളൊരു ആക്ഷേപം നിലനിൽക്കെ തന്നെ മുസ്ലിം സമുദായത്തിനിടയിൽ അങ്ങനെ ഒരു എതിർപ്പ് ഓൾറെഡി ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ ലീഗിനുള്ളിൽ നിന്നിട്ട് പോലും ലീഗിന് ഈ കോൺഗ്രസിലുള്ള സെയിം പ്രശ്നം ലീഗിനുണ്ട്. അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്, പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നു എന്നൊക്കെയുള്ളത്. അപ്പം അങ്ങനെ ആകെ കൂടിക്കുഴഞ്ഞ അസ്വസ്ഥരാണ് മലബാറിലെ അടക്കം മുസ്ലിം വിഭാഗം. ഇനി മലബാറിലെ ഈ ഒരു മുസ്ലിം ഓൾട്ടർനേറ്റീവ് ലീഗിനപ്പുറം മറ്റൊന്ന് ഉയർന്നു വരാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മുസ്ലിം ലീഗുമായിട്ട് അത്ര നല്ല രസത്തിലല്ല എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരുമായിട്ട് രമ്യപ്പെട്ടു പോകുന്നതിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് ധാരണയിൽ പോയാൽ മാത്രമേ കേരളത്തിൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മുസ്ലിം ലീഗിനകത്തുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള ആളുകൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസും കേന്ദ്ര സർക്കാരുമായിട്ടോ സംഘപരിവാറുമായിട്ടോ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു കർശന നിലപാടിലാണുള്ളത്. ഈ കർശന നിലപാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനകത്ത് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുദ്ര വെക്കണം എന്നുള്ള രീതിയിലുള്ള തീരുമാനം, അതിനോടും എതിർപ്പുള്ള ആളുകളുണ്ട്. എന്നാൽ ഇതുമായിട്ടൊക്കെ സഹകരിച്ച് മുൻപോട്ട് പോകണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇവിടെയാണ് മുസ്ലിം ലീഗിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മലബാർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മലബാറിലുണ്ടായിട്ടുള്ള മുസ്ലിം പാർട്ടികൾ, അതായത് ഇപ്പോൾ INL എന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു മലബാർ മേഖലയിൽ. ഈ INL എന്നുള്ള പാർട്ടി മുസ്ലിം ലീഗിൽ പിറന്നാണ്. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ആള് ഈ പിളർത്തി ആണ് ഈ INL ഉണ്ടായത്. അത് മാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് INL-ന്റെ ജനനം എന്ന് പറയുന്നത്. അപ്പോൾ INL-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അഹമ്മദ് തേവർകോവിൽ എന്ന് പറയുന്ന ഒരു നേതാവിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ INL-ന്റെ ശക്തി വളരെയധികം ക്ഷയിച്ചു എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട്. അതുകൂടാതെ തന്നെ പിന്നീട് PDP ഉണ്ടായിരുന്നു. PDP അതിതീവ്രമായിട്ടുള്ള വർഗീയതയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. മുസ്ലിം ലീഗിന് വരെ ഭീഷണിയായിരുന്നു ഈ PDP-യുടെ വരവ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അബ്ദുൽ നാസർ മദനി ജയിലിലാണ്. അതുകൊണ്ട് തന്നെ PDP-യുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെയുള്ള SDPI ആണ്. SDPIയെ സംബന്ധിച്ചിട്ട് SDPI കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്ന തീരുമാനം, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പല സ്ഥലങ്ങളിലും SDPI പിന്തുണച്ചിരുന്നു. പരസ്യമായിട്ട് ആ പിന്തുണയൊന്നും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. എന്നാൽ അന്ന് SDPI സ്വീകരിച്ചിരുന്ന നിലപാട് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എവിടെയുണ്ട്? ഇന്ന് ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിലുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. പിന്നെ AP വിഭാഗത്തിൻ്റെയൊക്കെ ഒരു അഭിപ്രായം വ്യത്യാസം, അതും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വരും. ഇതുകൂടാതെ തന്നെ പിന്നീട് ഉണ്ടായിരിക്കുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിട്ട് പൂർണ്ണമായിട്ടും UDF-ന് പിന്തുണ നൽകുന്ന ഒരവസ്ഥയിലാണുള്ളത്. UDF-ഉമായിട്ട് ഒരു അലയൻസ്, ഓപ്പൺ അലയൻസിന് തന്നെ അവർ തയ്യാറായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ ശക്തികൾക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉയർത്തുന്ന, ശക്തമായി എതിർക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടി ഇന്ന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ മലബാർ മേഖലയിൽ നിന്ന് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തോടു കൂടി ഒരുപാട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ഈ പറഞ്ഞ ചിലർ മുസ്ലിം ലീഗിലേക്ക് ചേക്കേറിയിട്ടുണ്ട്, ചിലർ കോൺഗ്രസിലേക്ക്
കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ സത്യമായിട്ടൂടെ നിലനിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഇനി വരാൻ പോകുന്ന കോർപ്പറേഷൻ ബോർഡുകളുടെ വിഭജനം എന്ന് പറയുന്നത്. ഈ കോർപ്പറേഷൻ ബോർഡുകളുടെ വിഭജനത്തിന് ശേഷം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി കോൺഗ്രസിനകത്തുണ്ട്, മാത്രമല്ല മുസ്ലിം ലീഗിനകത്ത് സംഭവിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിക്കാതെ വന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ കൃത്യമായ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് മുസ്ലിം ലീഗിന് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിനകത്ത് ചർച്ചയുണ്ട്. സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്തുകൊണ്ട് എത്രനാൾ മുസ്ലിം ലീഗിന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന ഒരു വലിയ ചിന്തയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സുരക്ഷിതത്വ ബോധമില്ലായ്മ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുത്തിരുന്ന ആരാണ്? മീഡിയ വൺ ചാനലാണ്. പൗരത്വ ബില്ലിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇന്ത്യയിൽ സുരക്ഷിതമല്ല, നിങ്ങൾ വർഗീയമായി ചിന്തിക്കണം എന്ന് പറഞ്ഞു കൊടുത്തത് മീഡിയ വൺ ആണ്. ഈ മീഡിയ വണ്ണിനെ ബാക്കപ്പ് ചെയ്യുന്ന ആരാണ്? അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDFന്റെ ഭാഗത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തത് മീഡിയ വണ്ണാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞത് അതിൻ്റെ എഡിറ്ററായിട്ടുള്ള പ്രമോദ് രാമൻ തന്നെയാണ്. അതെല്ലാ മലയാളികളും കേട്ടതാണ്. അങ്ങനെയുള്ള UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും ഇന്നിപ്പോൾ UDFന് എതിരാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനകത്തുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ ഒരു തീരുമാനം, അവർ കൃത്യമായിട്ട് മുസ്ലിം ലീഗിനകത്ത് കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയായിട്ട് പുറത്തേക്ക് വരും. അതായത് ലീഗ് പിളരും എന്നാണോ, അതോ പുതിയൊരു പാർട്ടി ഉണ്ടാകും? പുതിയൊരു പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് ഇന്നിപ്പോൾ ലീഗ് നേതൃത്വത്തോട് എതിർപ്പുള്ള അണികളുണ്ട്. ഈ ലീഗിന്റെ അണികൾക്ക് നേതൃത്വത്തോട് എതിർപ്പ് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അത് സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്തു എന്ന ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട്. ആ തോന്നലിലേക്ക് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ മീഡിയ വൺ ചാനൽ ഈ മുസ്ലിം ലീഗിനകത്തുള്ള അവരുടെ പ്രവർത്തകരെ കൊണ്ട് ഒരു വലിയ രീതിയിൽ മുസ്ലിം ലീഗ് സംഘപരിവാറുമായിട്ട് സംഗതി ചെയ്തിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. ആ പ്രചരണം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനെ നെടുവേ പിളർത്തിയോ അതല്ലെങ്കിൽ വിവിധ പാർട്ടികളിൽ അഭിപ്രായ വ്യത്യാസവുമായിട്ട് നിൽക്കുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയൊരു സെക്യുലർ പാർട്ടി എന്നൊരു കോൺസെപ്റ്റാണ് വരാൻ വേണ്ടി പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ ഐഡിയോളജി വെച്ച് നോക്കുകയാണെങ്കിൽ ലീഗ് സത്യത്തിൽ അവർക്കൊരു തടസ്സമല്ലേ? അല്ല, ലീഗ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എതിർത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എങ്ങനെയും അധികാരത്തിലെത്തണം എന്നുള്ള ഒരു പിടിവാശി മൂലമാണ് 2026 നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ സഹകരിപ്പിക്കാൻ തയ്യാറായത്. അത് നമ്മൾ മറന്നു പോരുത്. ഇപ്പോൾ അവർ തമ്മിൽ വലിയ ഒരു ബന്ധത്തിലാണോ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിർപ്പുകൾ ശക്തമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു എതിർപ്പുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പല മുതിർന്ന നേതാക്കന്മാർക്കും നിലവിലത്തെ ഈ ഒരു മന്ത്രിസഭ UDF മന്ത്രിസഭയുടെ പോക്കിനോട് വലിയ രീതിയിലുള്ള എതിർ സ്വരങ്ങളുണ്ട്. ആ എതിർ സ്വരങ്ങളൊക്കെയാണ് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരാൻ വേണ്ടി പോകുന്നത്. കാരണം ഓരോ ദിവസം ചെല്ലുന്നവരും എടുത്ത് പരിശോധിച്ച് നോക്കുക. പല പ്രാദേശികമായിട്ടുള്ള പല മുസ്ലിം ലീഗ് നേതാക്കന്മാരോട് ഒന്ന് സംസാരിച്ച് നോക്കുക. അവരിൽ നിന്ന് തുടങ്ങി മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് വരെ ലീഗിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളോട് ശക്തമായ എതിർപ്പുണ്ട്. അതായത് UDF മന്ത്രിസഭയുടെ ഈ സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോട് അതിശക്തമായ എതിർപ്പുണ്ട്. ഈ എതിർപ്പ് നിലനിൽക്കെ തന്നെ അധികാരത്തിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം ആളുകൾ ലീഗിനകത്തുണ്ട്. അവരിപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിച്ചു പോയാൽ മാത്രമേ കേരളത്തിൻ്റെ വികസനം സാധ്യമാവുകയുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് മുസ്ലിം ലീഗിനകത്ത്. ഒരു കാര്യം നമുക്ക് തുറന്ന് പറയേണ്ടതായിട്ട് വരും. ലീഗിനകത്ത് ഇപ്പോൾ രണ്ട് പക്ഷമുണ്ട്. അത് ലീഗിന് അകത്ത് നിൽക്കുന്നവർ മാത്രമല്ല, ലീഗിന് പുറത്ത് നിൽക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ഈ INLൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുകൂടാണ്ട് ഈ പറഞ്ഞ SDPI ഒരു സംഘടന എന്നുള്ള രീതിയിൽ, ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുറകോട്ട് പോന്നിരിക്കുകയാണ്. ഇതുകൂടാണ്ട് വെൽഫെയർ പാർട്ടി അവസ്ഥ വളരെ പരിതാപകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ UDFിലേക്ക് അവർ പോയതിൽ ശക്തമായിട്ട് എതിരഭിപ്രായങ്ങൾ അതിനകത്തുണ്ട്. ശക്തമായ എതിരഭിപ്രായങ്ങളുണ്ട്. കാരണം UDFിൻ്റെ ഭാഗമായിട്ട് ചേർന്നതോടുകൂടി ഈ സംഘപരിവാർ ബന്ധം തന്നെയാണ് ഈ വെൽഫെയർ പാർട്ടിയെയും ഒരു കൺഫ്യൂഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെൽഫെയർ പാർട്ടിക്കകത്തും അസ്വസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ വെച്ചാൽ നിസ്സാരമായിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇത് കൂടാതെ PDPയുടെ ഒരുപാട് പ്രവർത്തകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ ആ പ്രവർത്തകരെ ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നിടത്തായിരുന്നു അതിൻ്റെ നേതൃത്വം പരാജയപ്പെട്ടു പോയത്. അബ്ദുൽ നാസർ മദനി ജയിലിലായതോടുകൂടി. ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ പേര് നമ്മളിവിടെ പരാമർശിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന വാർത്തകളാണ്. ഈ വാർത്തകൾ പലർക്കും അതിശയിപ്പിച്ചേക്കാം. എന്നാൽ ഇതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്, നേതൃത്വവുമായിട്ട് അസ്വസ്ഥതകളുണ്ട്, ഭരിക്കുന്ന മന്ത്രിമാരുമായിട്ട് അസ്വസ്ഥതകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാണക്കാട് നിന്നുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്.
പല മന്ത്രിമാരും അവരുടെ ഇഷ്ടക്കാരെ നിയമിക്കാൻ വേണ്ടി പോയ സമയത്ത് അതിന് അനുവദിക്കാതിരുന്നൊരു സാഹചര്യമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഇതാണ്. ഇക്കാര്യത്തിൽ MSFനാണെങ്കിലും യൂത്ത് ലീഗിനാണെങ്കിലും അത്യാവശ്യം അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വളർന്നു വരുന്ന ഇപ്പോൾ നമ്മൾ ലീഗ് എന്ന് എപ്പോഴും പറയുമ്പോൾ മലപ്പുറവും കോഴിക്കോടും മാത്രമാണ് കൂടുതലും മനസ്സിൽ വരുന്നത്. കാസർഗോഡും അത്യാവശ്യം ബേസുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഈ മന്ത്രിസഭയുടെ മറ്റു പല കാര്യങ്ങളിലും കാസർഗോഡിനെ പൂർണ്ണമായി തഴഞ്ഞു എന്നൊരു ആരോപണം നേരത്തെ ഉണ്ട്. അപ്പോൾ ഇത്തരം ഇത് വെച്ച് നോക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള മുസ്ലിം രാഷ്ട്രീയ ഐഡിയോളജിയാണുള്ളത്. ഒന്ന് തീവ്ര മുസ്ലിം രാഷ്ട്രീയക്കാർ, അവരെ സംബന്ധിച്ച് ലീഗ് എപ്പോഴും അവരെ കണ്ണിലൊരു കരടാണ്. ഇവരുടെ പലപ്പോഴുള്ള സെക്യുലർ മനോഭാവം ഈ തീവ്ര മുസ്ലിം നിലപാടുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഒരു തടസ്സമായി നിന്നിട്ടുള്ളതല്ലേ. അതായത് ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേരളത്തിൽ ഒരു വലിയ വർഗീയ ലഹള ഉണ്ടാവാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് എന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. എന്നാൽ ലീഗിൻ്റെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ആളോടുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KT ജലീൽ ഒരു പക്ഷേ CPMൻ്റെ അംഗത്വം എടുക്കാതിരുന്നതെങ്കിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മലബാറിൽ ഒരു പാർട്ടി വന്നിരുന്നുവെങ്കിൽ അത് വലിയ രീതിയിൽ ശക്തി ആർജിക്കുമായിരുന്നു. ആ പാർട്ടി മുസ്ലിം ലീഗിന് വലിയ രീതിയിലുള്ള വെല്ലുവിളിയായി തീരുകയും ചെയ്യുമായിരുന്നു. ഒരുപാട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇന്ന് ആ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുടെ പ്രവൃത്തിയോട്, അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി ആരാണ്? N ഷംസുദ്ദീനാണ്. N ഷംസുദ്ദീൻ ലീഗിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ അങ്ങനെ N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് ഈ PM ശ്രീക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭ ഒരു കരാർ മാത്രമാണ് ഒപ്പിട്ടതെങ്കിൽ ഈ സർക്കാർ എന്താ ചെയ്തിരിക്കുന്നത്? അതിനകത്ത് പിന്മാറാൻ അവസരം ഉണ്ടായിട്ടും അതിൽ നിന്ന് പിന്മാറാതിരിക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ അത് ലീഗിന് കിട്ടിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ശക്തമായൊരു നിലപാടുണ്ടാവുന്നതായിരുന്നു. അറബിക്കടലിൽ എറിയുമെന്നല്ല പറഞ്ഞിരുന്നത്. PM ശ്രീ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളതെടുത്ത് അറബിക്കടലിൽ എറിയുമെന്നാണ് KM ഷാജി പറഞ്ഞിരുന്നത്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനകത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസത്തെ ജമാഅത്തെ ഇസ്ലാമി കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തും. അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നിടത്ത് മീഡിയ വണ്ണിൻ്റെ സപ്പോർട്ടോടുകൂടി മലബാറിൽ വീണ്ടും ഒരു മുസ്ലിം പാർട്ടി ജന്മം കൊള്ളാൻ പോകുന്നു എന്നുള്ളത് ആദ്യ ബ്രേക്കിംഗ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.